പ്രിയപ്പെട്ടവരെ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറം പഴയ എൻ എച്ചിലെ സൗപർണിക ഹൈലാൻഡ്സിന് മുന്നിലാണ്. ഈ പൈപ്പാണ് സൗപർണിക ഹൈലാൻഡിൽ നിന്ന് കക്കൂസ് മാലിന്യം ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടാൻ ഉപയോഗിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിതാ ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച് ആ ഫ്ലാറ്റിൽ നിന്ന് വരുന്ന പൈപ്പ് കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിനെ പറ്റി വിശദമായിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പറും അണ്ടർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മാജിദ ബേബി സംസാരിക്കുന്നതാണ്. നമസ്കാരം. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ബഹുമാനിയരെ, അണ്ടർകുളം ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പുറം വാർഡിൽ സൗപർണിക ഹൈലാൻഡ്സ് എന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ മാസം സെക്കൻഡ് സാറ്റർഡേ പൈപ്പ് ലൈൻ JCB ഉപയോഗിച്ച് NHന്റെ റോഡ് കുഴിക്കുകയും പൈപ്പ് ലൈൻ ഇടുകയും ചെയ്തു. ഇതറിഞ്ഞുകൊണ്ട് ഞാനിവിടെ സ്പോട്ടിലെത്തി. ആദ്യം ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ CRPയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൈപ്പ് ഇടുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും അതെനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ സൈറ്റിൽ വന്ന് അവരെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോഴും അവർ ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും CRPയിലേക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പോവുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് നാട്ടുകാരാണ് എന്നോട് പറഞ്ഞത് ഇത് CRPയിലേക്കല്ല, ഇത് സൗപർണിക ഫ്ലാറ്റിൻ്റെ മലിനജലം ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള പൈപ്പ് ലൈനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് അറിയിക്കുകയുണ്ടായി. അതനുസരിച്ച് പഞ്ചായത്തിൻ്റെ സ്റ്റാഫും ഞാനും ഇവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. സ്ഥലം സന്ദർശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് അവിടുത്തെ മഴവെള്ളം മലിനജലവും സാധാരണഗതിയിൽ ഓരോ മഴക്കാലത്തും അവർ പമ്പ് ഉപയോഗിച്ച് അധികം വരുന്ന വെള്ളം റോഡിലോട്ടാണ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി റോഡിലോട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ അടുത്ത ഓപ്പോസിറ്റ് താമസിക്കുന്ന വീട്ടുകാരുടെ കക്കൂസ് നിറയുന്നത് അവർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ചെയ്യാൻ മുതിർന്നത്. പക്ഷേ നമ്മുടെ നാട്ടുകാരുടെ പ്രക്ഷോഭത്തിൽ ഞാനും പങ്കുചേരുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് NHന്റെ അനുമതിയും മൈനർ ഇറിഗേഷൻ്റെ അനുമതിയും പഞ്ചായത്തിൻ്റെ അനുമതിയും കിട്ടുകയുണ്ടായി എന്നാണ്. പക്ഷേ മൈനർ ഇറിഗേഷൻ്റെ അനുമതി വാങ്ങാൻ നമ്മുടെ സെക്രട്ടറി, നേരത്തെ ഇരുന്ന ഒരു സെക്രട്ടറി, വൈകുന്നേരം 5:30 മണിക്ക് ശേഷം ഞങ്ങളെല്ലാവരും പോയതിന് ശേഷം ഒരു കമ്മിറ്റി തീരുമാനം കൊടുത്തു എന്നാണ് അറിയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മലിനജലമല്ല വിടേണ്ടത്, മഴവെള്ളം അധികം വരുന്ന മഴവെള്ളം മാത്രമേ അതിൽ വിടാവൂ എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അവർ മൈനർ ഇറിഗേഷനിൽ പോയി അനുമതി വാങ്ങിക്കുകയുണ്ടായി. എന്നോട് പറഞ്ഞത് NHന്റെ അനുമതി വാങ്ങിച്ചു എന്നാണ്. പക്ഷേ NHന്റെ AIയെ വിളിച്ചപ്പോൾ NHന്റെ അവിടെ നിന്ന് അനുമതി കൊടുത്തിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഇന്ന് ഈ പുണ്യപ്രവർത്തനം നടത്തുകയുണ്ടായി. എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെ നിന്ന്, ഞാനും അവരുടെ കൂടെ നിന്ന് നമ്മൾ എന്തായാലും ഈ പൈപ്പ് ലൈനിൽ നിന്ന് കട്ട് ചെയ്തു. നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുന്നു. ഓക്കെ, സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഇതാണ് അണ്ടർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിയേട്ടൻ. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അണ്ടർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിയേട്ടൻ സംസാരിക്കുന്നതാണ്. ഈ പള്ളിപ്പുറത്തെ വിഷയം നമ്മുടെ ബോധ്യത്തിൽ വന്നിട്ടുണ്ട്. ഈ അപേക്ഷ വന്നിട്ടുള്ളതല്ലാതെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇപ്രകാരം ഒരു ചർച്ച ഉയർന്നു വന്നിട്ടില്ല ഇതിനെ സംബന്ധിച്ച്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇവർക്കൊരു അനുകൂലമായ ഒരു പേപ്പർ കിട്ടിയത് എന്നുള്ളത് അറിയില്ല. അത് നമുക്ക് പരിശോധിക്കാം. മാത്രമല്ല, ആ പേപ്പറിൻ്റെ അടിസ്ഥാനമാക്കിയാണ് അവർ ഈ ഇറിഗേഷനിൽ നിന്ന് പേപ്പർ വാങ്ങിയിട്ടുള്ളത്. രണ്ടും അത് നല്ല നിലയിൽ പരിശോധിക്കുകയും ആ പ്രവൃത്തി തടയാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യും. കാരണം അതിലേക്ക് ഒഴുക്കി വിടുന്നത് എന്ത് വെള്ളമാണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെ കൊണ്ട് അന്വേഷിച്ചതിന് ശേഷം അടുത്ത നടപടിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, എന്തായാലും അണ്ടർകുളം പഞ്ചായത്ത് ജനങ്ങളോടൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പമാണ്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നടപടിക്കും നമ്മൾ കൂട്ടുനിൽക്കുകയില്ല. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അവരുടെ മാലിന്യം അവരുടെ ഏരിയയിൽ തന്നെ സംസ്കരിക്കണം, അത് ഏത് തരത്തിലുള്ള വെള്ളമായിരുന്നാലും. ഓക്കെ, എന്തായാലും ഈ ജനകീയ കൂട്ടായ്മയിൽ ഒപ്പം നിൽക്കുകയും അവിടെ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഓക്കെ, സന്തോഷം.
പൈപ്പാണ് സൗപർണിക ഹൈലാൻഡിൽ നിന്ന് കക്കൂസ് മാലിന്യം ഈ തോട്ടിലേക്ക് ഒഴുക്കി വിടാൻ ഉപയോഗിച്ചത്. ഈ പൈപ്പ് സൗപർണിക ഫ്ലാറ്റിൽ നിന്നും അവർക്ക് മഴവെള്ളം വിടാൻ വേണ്ടി എന്ന രീതിക്ക്, സത്യത്തിൽ മഴവെള്ളമല്ല ഇവിടെ കക്കൂസ് മാലിന്യമാണ് ഒഴുക്കിയത്. ജാതി മത ഭേദമന്യേ എല്ലാവരും സംഘടിച്ച് ഇന്ന് ഞാൻ വിളിക്കാടാ ഇന്ന് ആ പൈപ്പ് കട്ട് ചെയ്തു, അത് കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കുകയാണ്. ആ പൈപ്പിൻ്റെ എൻഡ് ഭാഗം ഇവിടെയാണ്. ഈ തോട്ടിലേക്കാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിയത്. എല്ലാരും 3 പിടി ഇടാനേ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഫ്ലാറ്റ് സൗപർണിക ഹൈലാൻഡ്സ്. ഓരോ ഫ്ലാറ്റ് കിട്ടി ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് ഓരോ ഫ്ലാറ്റും വിൽക്കുമ്പം കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള, അല്ലെങ്കിൽ അതൊക്കെ ഒഴുക്കി വിടാൻ സെറ്റപ്പോടെ ചെയ്യണം. അല്ലാതെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ഫ്ലാറ്റും കെട്ടി ഓരോ ഫ്ലാറ്റിന് 22-25 ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് കക്കൂസ് മാലിന്യം മൊത്തം പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ ഒഴുക്കി വിട്ട് അങ്ങനെ മിടുക്കന്മാരായി ശരിയാവും. അങ്ങനെ സൗപർണിക ഫ്ലാറ്റിൽ നിന്ന് വന്ന് കക്കൂസ് മാലിന്യം ഒഴുക്കാൻ വിട്ട പൈപ്പിൻ്റെ അന്ത്യകർമ്മങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ആയിരിക്കണം പല നാടുകളുടെയും ജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഇത്തരം തെറ്റുകൾക്കെതിരെ പ്രതികരിക്കണം. കണ്ടില്ലേ, പഞ്ചായത്തിൻ്റെ അധികാരപ്പെട്ട ഏതെങ്കിലും ഒരു മെമ്പറുടെ സാന്നിധ്യത്തിൽ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യണം. ഇത് പള്ളിപ്പുറമാണ്, തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറം തോന്നൽ ദേവി ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ വരുമ്പോൾ പഴയ NH. ഇവിടുത്തെ നാട്ടുകാർ വേറെ ലെവലാണ്. സ്മെല്ല് അത് ഓട വഴിയും പോവുകയാണ്. എന്ത് പറയാം, ഇവിടെ ഇത് കക്കൂസ് മാലിന്യം അതുപോലത്തെ അറിയാലോ, ടോയ്ലറ്റിൻ്റെ മറ്റുള്ള മാലിന്യം കടന്ന വെള്ളമാണ്. നല്ല സ്മെല്ലാണ്. ഇപ്പം നമ്മളിവിടെ പൈപ്പ് ക്ലോസ് ചെയ്തത് കൊണ്ടും വേറെ വഴികൾ ബ്ലോക്കായി കാണും. വേസ്റ്റുകളല്ലേ, അതെന്താ ഓവർഫ്ലോ ആയിട്ട് പോയാണ്. ഇത് സ്ഥാപനത്തിൻ്റെ അകമാണ്, അതായത് ഫ്ലാറ്റിൻ്റെ അകമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ലക്ഷങ്ങളും വാങ്ങിച്ച് ആൾക്കാരെ താമസിപ്പിച്ചിട്ട് ഭയങ്കര സ്മെല്ല്. ഇതൊക്കെ തെറ്റായ നടപടിയാണ്. ലക്ഷങ്ങൾ വാങ്ങിച്ച് ജനങ്ങളെ താമസിക്കുമ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അവർ ലക്ഷങ്ങൾ കൊടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം വിഷയങ്ങൾ ഇനി മേലെ ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ പഞ്ചായത്ത്, അണ്ടർഗ്രൗണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വാക്ക് നൽകി ഇനി ഒരിക്കലും ഈ ഫ്ലാറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനൊരു വീഴ്ച വരില്ല, അതിന് പഞ്ചായത്ത് അനുവദിക്കില്ല, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഇതിന് മുന്നിൽ നിന്ന് നമ്മുടെ സുനിയേട്ടൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു കുഴിയെടുത്ത് മെറ്റലിടാൻ വന്ന സമയത്ത് ഞാൻ ചെറുതായിരുന്നു, 2 തവണ ഞാൻ ചേർത്ത് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ മഴവെള്ളം പിന്നെ എവിടെ വിടുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മഴവെള്ളം മാത്രമല്ല വിടുന്നത്, ഇവിടുന്ന് കക്കൂസ് മാലിന്യം വിടുന്നുണ്ട്. അത് അങ്ങനെ ഇവിടുത്തെ തൊട്ട് അടുത്തുള്ള RTO ഓഫീസർ താമസിക്കുന്നുണ്ട്, പുള്ളി വരെ കംപ്ലയിൻറ്റ് ചെയ്തതാണ്. പഞ്ചായത്തിൽ, ഹെൽത്തിൽ, പോലീസ് സ്റ്റേഷൻ ഇതെല്ലായിടത്തും പോയി ഒരു കംപ്ലയിൻറ്റ് ചെയ്തതാണ്. എന്നിട്ട് അത് വായിക്കാതെ ഒരു ചെയ്തത് 2 തവണ ചേർത്തതാണ്. നേരത്തെ ഇവിടുത്തെ BJP ഒരു മെമ്പറുണ്ടായിരുന്നു, പുള്ളി വന്ന് ഇത് ചേർത്തതായിരുന്നു. അന്നും കക്കൂസ് മാലിന്യം കിട്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിൽക്കിയപ്പോഴും ഇവിടെ ഓവർഫ്ലൈറ്റ് കക്കൂസ് മാലിന്യം പോകുന്നുണ്ട്. ഇതിനെതിരെയാണ് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും. ഇനി എന്ത് പ്രശ്നം വന്നാലും ശരിയല്ല, ഇതായിട്ട് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, എന്നെ ഈ വിഷയം അറിയിച്ചത് സുനേട്ടനാണ്. എൻ്റെ പ്രിയ സുഹൃത്തും സഹോദര തുല്യനുമാണ്. ഈ വിഷയത്തിൽ മുന്നിട്ട് നിന്ന് ഒരുപാട് ഈ നാട്ടുകാർ ഒറ്റക്കെട്ടാണ്. അതേപോലെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് പഞ്ചായത്തിൻ്റെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളും ഒരു ഒറ്റക്കെട്ടായിട്ട് കൂടെ ഉണ്ട്. അതിൽ
എല്ലാവരും സപ്പോർട്ടും ചെയ്യുന്നത് സുനിയേട്ടനാണ്. അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും പഞ്ചായത്ത് ഇടപെട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും മയ്യത്തടക്കി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഇത്തരം വിഷയം നടക്കുകയാണെങ്കിൽ അത് പണം മാച്ച് ഒതുക്കി തീർക്കാതെ തൻ്റെ ഇടത്തോടെ മുന്നിൽ നിന്ന് അത് നിർത്തണം. ആ സംവിധാനം സ്റ്റോപ്പ് ചെയ്യിക്കണം. അതിനാണ് ജനങ്ങൾ നിൽക്കേണ്ടത്, അതിനാണ് ജനപ്രതിനിധികൾ നിൽക്കേണ്ടത്. അതിനു വേണ്ടിയാണ് പൊതുപ്രവർത്തകർ നിൽക്കേണ്ടത്. അല്ലാതെ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ട് ലക്ഷങ്ങൾ മാച്ചുകൊണ്ട് ഉടായ്പ കാണിക്കരുത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ നിർത്തുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങളുടെ സ്വന്തം കഴക്കൂട്ടൻ ജാഫർ ഖാൻ.